നമ്മൾ ഈ പാള ചിക്കൻ ഉണ്ടാക്കുക ഒരു പാള പറിക്കുകയാണ്. ഇരുന്നിരുന്ന് പാള കിട്ടി. ആ പാള മുറിക്കാൻ പിച്ചാത്ത ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ എളുപ്പ മാർഗമാണ്. ഹലോ ഫ്രണ്ട്സ്, സാധനം കണ്ട. അപ്പം നമ്മളെ ഇന്നത്തെ ഒരു പരിപാടി പാള കൊണ്ടാണ്. നമ്മൾ കമുകിൽ നിന്ന് കയറി പറിച്ചതാണിത്. പിന്നെ ഈ പാള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്തൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ് ഈ പാള. പിന്നെ അത് അടുത്ത തലമുറയിലേക്ക് വന്നപ്പം അത് പിന്നെ അതിൻ്റെ ഉപയോഗങ്ങൾ കുറഞ്ഞു. കാരണം അത് പിന്നെ ഒരു വെള്ളം കോരാനൊരു വാളിയായിട്ടും പിന്നെ നമ്മൾ ഈ ചന്തയിലൊക്കെ മീൻ വാങ്ങിക്കാൻ പോകുമ്പം ഒരു കൂടയായിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞുള്ള തലമുറയിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഇരുന്ന് നിരങ്ങാൻ വേണ്ടി മാത്രമായിരുന്നു. ഇപ്പോഴത്തെ തലമുറ വന്നപ്പം ഇപ്പം അതും ഇല്ലാതായി. അവിടെ നമ്മളിന്ന് ആ പഴയ ഒരു കാര്യത്തിലോട്ട് പോവാണ്. ഇന്ന് നമ്മൾ ഈ പാളയ്ക്കകത്ത് ചിക്കൻ ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി കാണാം. അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ ഈ പാളയും കഴുകി വെച്ച് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്നിട്ട് ഈ അറ്റം നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തിട്ട് ഈ മേളത്തെ ലെയർ ഒന്ന് ഇതുപോലൊന്ന് ഇത് ഇളക്കി കളഞ്ഞാൽ നമ്മൾ വെക്കുന്ന ചിക്കനും ഈ പാളയും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവുമോ. അപ്പോൾ ഇതൊന്ന് മൊത്തം ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പാള നല്ലോണം വൃത്തിയാക്കാൻ മേളത്തെ ലെയറൊക്കെ അങ്ങ് ഇളക്കി കളഞ്ഞു. ഇനി ബാക്കി നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഈ പാള ചിക്കനൊക്കെ വാങ്ങിച്ച് നമ്മൾ വൃത്തിയാക്കി 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ ഒരു കഷ്ണത്തിനാണ് എടുത്തേക്കുന്നത്. ഒത്തിരി വലുപ്പവുമല്ല ചെറുതുമല്ല. അപ്പോൾ നമ്മളിതിന് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ വാങ്ങിച്ചൊരു 3-3.5 കിലോ കോഴിയാണ്. ഇപ്പം എല്ലാം വൃത്തിയാക്കി എടുത്തപ്പം 2-2.5 കിലോ കാണും. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഏകദേശം ഒരു 4 ടീസ്പൂൺ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഒരു മല്ലിപ്പൊടി ഒത്തിരി വേണ്ട, ഒരു 1.5 സ്പൂൺ ഇടുകയാണ്. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി. അടുത്ത് നമ്മൾ 1 ടീസ്പൂൺ ഗരം മസാല ഇടുന്നു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പിന്നെ ഒരു ശകലം മല്ലിയില, ഒരു ശകലം പുതിന ഇടുകയാണ്. ഇത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച പേസ്റ്റാണ്. നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നു. ഇത് ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂൺ വരും. അല്പം തൈര് ഒഴിച്ച് കൊടുക്കുന്നു. നാരങ്ങ, ഇനി നമ്മൾ ചോളം പൊട്ടിച്ചു. പിന്നെ അതിൽ നിന്ന് ശകലം, ഇതൊക്കെ ഓപ്ഷനിലാണ്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിതിനകത്ത് ഇട്ടിട്ടില്ല. ചെറുതായിട്ടൊന്ന് ഇളക്കി ആ മുളക് പൊടി എല്ലാ ചിക്കനിലൊന്ന് പിടിച്ചതിന് ശേഷം നമുക്കിത് ബാക്കി 1-2 സാധനം കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. നമ്മൾ ട്രഡീഷണൽ ഒരു പരിപാടിയിലേക്കാണ് നമ്മൾ പോയേക്കുന്നത്. നമ്മൾ ചേമ്പലൊക്കെ എടുത്ത് വെച്ച് നമ്മൾ ശരിക്കും ഇത് പാളയ്ക്കകത്ത് വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്യണമെന്നാണ് നമ്മൾ ചിന്തിച്ചത്. പക്ഷേ ഇത് പാളയ്ക്കകത്ത് ഇത്ര നമുക്ക് വെച്ച് മിക്സ് ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ചേമ്പലയാണ് എടുത്തത്. ഇനി നമുക്ക് ബാക്കി ഇടേണ്ടത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നമ്മളൊരു പാകത്തിന് ഇട്ട് കൊടുക്കുന്നു. ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. ഇത് സോയാ സോസാണ്. ഇത് ഓപ്ഷനിലാണ്, അത്യാവശ്യമില്ല. നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ സോയ ആഡ് ചെയ്തതന്നേ ഉള്ളൂ. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
പിന്നെ ശകലം ബേ ലീവ്സ് നമ്മൾ ഇടുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്. അപ്പം നമ്മുടെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 1/2 മണിക്കൂറെങ്കിലും മിനിമം ഇത് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റിന് വെച്ചേക്കണം. ഒരു 1/2 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി ഈ 1/2 മണിക്കൂർ റെസ്റ്റിന് വെക്കാനായിട്ട് വെറുതെ വെക്കേണ്ട ഒരു കാര്യം ചെയ്യാം. നമുക്കിത് ഏതായാലും ഈ പാളയ്ക്കകത്ത് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാളയ്ക്കകത്ത് വെച്ച് ഇതൊന്ന് പൊതിയണം. ഇതുപോലൊന്ന് കെട്ടി നല്ലോണം ഒന്ന് ചുരുട്ടി ഇതുപോലെ ഒന്ന് കെട്ടി. അപ്പോൾ നമ്മുടെ ഒരു കെട്ടുകമ്പി ഉണ്ടല്ലോ, അത് വെച്ച് നമ്മൾ നല്ലോണം ഒന്ന് കെട്ടി കൊടുക്കുകയാണ്. നല്ലോണം അഴിഞ്ഞ് വരാത്ത രീതിയിൽ ഒന്ന് കെട്ടിക്കൊടുക്കണം. സാധാരണ പാളയുടെ നാര് കിട്ടുവാണെങ്കിലും മതി. അത് വെച്ച് നല്ലോണം ഒന്ന് ക്രോസായിട്ടൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതിയേ. നമ്മൾ കെട്ടിക്കഴിഞ്ഞു. ഇനി ഇതൊന്ന് മഡ് വെച്ച് നമ്മളൊന്ന് പൊതിയാൻ പോവാണ്. മഡ് കൊണ്ട് ഇത് മൊത്തം ഒന്ന് പൊതിഞ്ഞെടുക്കാൻ പോവാണ്. അപ്പോൾ നേരെ നമുക്ക് അവിടെ പോയി ചെയ്യാം. നമ്മൾ ഈ മണ്ണെല്ലാം കൂടെ ഇങ്ങനെ കുത്തി അടക്കി ചെളിയാക്കി റെഡിയാക്കി എടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് മഡ് വേണം. നമുക്ക് ചെളിയിലൊന്ന് നനച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിനുള്ള ചെളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അതിനകത്ത് കോട്ട് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഗ്യാപ്പുകളൊന്നും വരാൻ പാടില്ല കേട്ടോ. അകത്ത് തീ കയറി കഴിഞ്ഞാൽ പിന്നെ പാളയും ചിക്കനും ഒന്നും അകത്ത് കാണുകയില്ല. അതുകൊണ്ട് ഗ്യാപ്പില്ലാത്ത രീതിയിൽ നമുക്കിതുപോലെ ഒന്ന് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, പണ്ട് മണ്ണിലൊക്കെ ഒന്ന് കളിച്ച ഓർമ്മകളാണ്. നമ്മൾ സാധാരണ മണ്ണയിലൊന്നും തൊടാൻ ഇഷ്ടപ്പെടാറില്ല. നമുക്ക് ചെളി ഏകദേശം വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുപ്പത്ത് കൊണ്ടുവെക്കാം. അങ്ങനെ നമ്മൾ ചെളിയൊക്കെ വെച്ച് നമ്മുടെ അടുപ്പ് ഇതാണ്, ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണേ. നമ്മൾ നല്ല രീതിയിലൊന്ന് ചെളി വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിന്ന് കത്തിക്കാൻ പോവാണ്. കർപ്പൂരമാണ് എടുത്തേക്കുന്നത് കത്തിക്കാൻ. കർപ്പൂരം വെച്ച് കത്തിക്കാനേ പറ്റൂ. ഞാൻ നല്ലോണം ഒന്ന് കത്തി പിടിക്കട്ടെ. അപ്പം നമ്മുടെ തീയെല്ലാം കൂടെ ഇങ്ങനെ കത്തി പിടിച്ചിട്ടുണ്ട്. നമ്മൾ മേളിലും കുറേ വിറക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നല്ലോണം ഏകദേശം ഒരു 1.5-2 മണിക്കൂർ ഇതുപോലെ ഒന്ന് കത്തണം. അതങ്ങനെ കത്തി പിടിക്കട്ടെ. നമ്മളിന്ന് ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ കൂടെ കഴിക്കാനൊന്നും സംഭവം ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. നമുക്കൊരു ഐഡിയ ചെയ്യാം. നമുക്ക് വേണ്ട സാധനം നേടെ നിൽപ്പുണ്ട്. ഇത് നല്ലത് നോക്കി നമുക്കൊന്ന് പിഴുതെടുക്കാം. നമ്മളിതൊന്ന് പിഴുതാൻ പോവാണ്. നമുക്ക് ഈ കപ്പ ഇതിനകത്തോട്ട് ചൂടാം. അവിടെ ഇരുന്ന് നല്ലോണം ഒന്ന് ബന്ധ് വരട്ടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കപ്പയുമായി. നമ്മളൊരു കോണ് വാങ്ങിച്ചുകൊണ്ട് വന്നു. നമ്മളത് ആ തീക്കകത്തൊന്ന് ഇട്ടെടുക്കാൻ പോയപ്പോഴത്തേക്ക് തണ്ട് ഈ ഗതിയായി. ഒരു സൈഡേ കരിഞ്ഞുള്ളൂ, ഒരു സൈഡ് നല്ല മണമുണ്ട്. ഈ കോണിൻ്റെ ഒരു മണമെന്ന് പറഞ്ഞാണ്ടല്ലോ, കരിഞ്ഞ മണം ഒരു സൈഡ്. പക്ഷെ അതിലും നല്ലതാണ് ഈ ഭാഗമൊക്കെ. എന്താ മണമെന്നറിയാമോ? ഇത് കണ്ടപ്പോഴും ഞാൻ കൊതു വരുന്നില്ലേ? കിടുവാണ് സാധനം. നമുക്ക് ഈ കപ്പ നോക്കാം. ഇപ്പം ഇതിനകത്ത് കപ്പ ഏതാണോ വിറക് ഏതാണോ ഒന്നും മനസ്സിലാകുന്നില്ല. കപ്പ കിട്ടി. ഈ ഒരു പഴം കണ്ടോ? ഇത് നമ്മുടെ ഭാഷയിൽ ഇത് പൂച്ചപ്പഴം എന്ന് പറയാറുണ്ട്. നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്, ഒരു പഴുത്തത്. കണ്ടോ? ഇതാണ് സാധനം. ഇതിന് പൂച്ചപ്പഴം എന്ന് പറയും, ചൊക്കമ്പഴം എന്ന് പറയും. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്തോ. ഇത് കണ്ടോ? ആണല്ലോ.
സൂപ്പർ ടേസ്റ്റാണ്. ഇതെന്തോ പഴം ചോദിച്ചാൽ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഉണ്ടല്ലോ, പാഷൻ ഫ്രൂട്ടിൻ്റെ സെയിം സാധനം. ഇതെല്ലാം കൂടെ നമ്മളൊരു പാത്രത്തിനകത്തിട്ട് കഴിക്കുവാണെങ്കിൽ പാഷൻ ഫ്രൂട്ടാണെന്ന് പറയത്തുള്ളൂ. പാഷൻ ഫ്രൂട്ടിൻ്റെ അതേ ടേസ്റ്റ്. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്നത് വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കണം കേട്ടോ. നമുക്കിവിടെ അറിയാമല്ലോ എന്തോ അതിൻ്റെ ശരിക്കുള്ള പേരെന്ന്. ഇത് ചൊക്കമ്പഴം എന്ന് പറയും, പൂച്ചപ്പഴം എന്നൊക്കെ പറയും. ശരിക്കുള്ള പേരെന്തോ നമുക്കറിയത്തില്ല. നമുക്കങ്ങനെ 2 മണിക്കൂറിന് ശേഷം ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളിന്ന് എടുക്കാൻ പോവാണേ. നമ്മളിന്ന് തീന്നൊന്ന് എടുക്കാനുള്ളൊരു ശ്രമമാണ്. നമുക്ക് ഈ മണ്ണെല്ലാം ഞാൻ തട്ടിക്കളയണം. അകവശമൊക്കെ നന്നായിട്ട് വെന്ത് ചൂട് കയറിയിട്ടുണ്ട്. നമ്മളിതൊന്ന് അഴിച്ചെടുക്കുവാണേ. അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ കപ്പ കണ്ടോ. ഈ വാഴയിലയിലോട്ട് നമുക്ക് ആ വെന്ത ചിക്കൻ ഒന്ന് മാറ്റാം. പാളച്ചിക്കൻ എന്നാൽ തുറന്ന് നോക്കുകയാണ്. മണമെന്ന് പറഞ്ഞാൽ അസാധ്യ മണം കേട്ടോ. അത് നമ്മൾ തുറന്നപ്പോഴതിൻ്റെ ആവിയെല്ലാം കൂടെ പുറത്തോട്ട് വരുന്നുണ്ട്. നമ്മൾ വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൻ്റെ സെപ്പറേറ്റ് മണം തന്നെയാണ്. ഇത് നമുക്ക് ഈ വാഴയിലയിലോട്ടൊന്ന് മാറ്റാമേ. അസാധ്യ ചൂടാണ് കേട്ടോ. അപ്പം നമ്മൾ എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അവിടെ സുഹൃത്തുണ്ട്, സുഹൃത്തിനെ കൂടെ വിളിക്കാം. അവിടെ ക്യാമറാമാനും കൂടെ ഉണ്ട്, ക്യാമറാമാനും കൂടെ ഒന്ന് വിളിക്കാം. വാ. സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനുണ്ട്, അടിപൊളി സൂപ്പറായിട്ടുണ്ട്. നമ്മൾ കനലിൽ ചുട്ടെടുത്ത കപ്പ നല്ലതായിട്ട് വെന്ത് ഫൈന വന്നിട്ടുണ്ട്. നമ്മൾ പുഴുങ്ങിയാലോ വേവിച്ചാലോ ഇത്ര രുചി കാണത്തില്ല സത്യം പറഞ്ഞാൽ. നല്ലവണ്ണം കനലിൽ കിടന്ന് വെന്ത് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല പാളയ്ക്കകത്ത് നമ്മൾ ചുട്ടെടുത്ത ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ്, നമ്മളിട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം പക്കമാണ്, കറക്റ്റായിരുന്നു. വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുമ്പം മറക്കാതെ ഒന്ന് ട്രൈ ചെയ്യുക. പക്ഷെ കുറച്ച് നേരമാകും കേട്ടോ. നമ്മളൊരു 2 മണിക്കൂറോളം ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. നമ്മൾ തീക്കകത്ത് ഇട്ടിട്ട് 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. എന്നിട്ടത് ശരിയായി കിട്ടിയത്. നന്നായിട്ടുണ്ട്. നമ്മളിതിനകത്ത് ഇങ്ങനെ നാരങ്ങയുടെ പിഴിഞ്ഞ് ഇങ്ങനെ നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് ആളി പൊളി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായല്ലോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അടുത്ത വീഡിയോ കാണാനായി നിങ്ങൾ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നത് മാത്രമല്ല തൊട്ടപ്പുറത്തെ ബെല്ലൈക്കോൺ ഒന്ന് എനേബിൾ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത് ഇതുപോലെ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. അപ്പം വീണ്ടും ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ ബൈ.